എല്ലാവർക്കും നമസ്കാരം. ഇതിലെ പ്രത്യേക നമസ്കാരം നമ്മുടെ മന്ത്രി സാറിനോടാണ്. മന്ത്രി സാറിന് പ്രത്യേക നമസ്കാരം പറയാൻ കാരണം വേറെ ഒന്നുമല്ല. ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് സാർ KSRTCനെ വളർത്താൻ വേണ്ടിയിട്ട് സാർ പല സ്റ്റെപ്പുകൾ എടുക്കുന്നുണ്ട്, നന്നായി പരിശ്രമിക്കുന്നുണ്ട്, നല്ല ഹാർഡ് വർക്കാണ്. എല്ലാത്തിനും സാറിന് ഒരുപാട് ഭാവങ്ങൾ നേരുന്നു, മംഗളങ്ങൾ നേരുന്നു. കാരണം ഒരു വാഹന പ്രസ്ഥാനം വളർത്തിയെടുക്കണമെങ്കിൽ എത്രത്തോളം കഷ്ടപ്പാടുണ്ട് എന്നുള്ളത് ഇന്ന് ഞങ്ങൾ സാറിന് പറഞ്ഞ കാര്യമില്ല. സാർ പണ്ടേ ഇതില് വളരെയധികം പ്രാബല്യം നേടിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഏത് വണ്ടിയിലും ഏത് റോഡിലും എങ്ങനെയും സാറിന് വർക്ക്ഔട്ട് ചെയ്യാൻ കഴിവുണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യമുള്ളതാണ്. പക്ഷേ സാർ ഇന്ന് KSRTCയുടെ മാറും മന്ത്രിയായി മാറി ഫോണ് കാണുമ്പോൾ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വളരെ സങ്കടമുണ്ട്. അത് സങ്കടം എന്ന് സാർ വിചാരിക്കുന്നത് നിസ്സാര സങ്കടമല്ല. 2008-10 വാഹനങ്ങൾ സാറ് ഓടിപ്പിക്കാൻ അല്ലെങ്കിൽ അത് വർക്ക്ഔട്ട് ചെയ്യാൻ പഴയ വാഹനങ്ങൾ പൊട്ടിത്തട്ടി കളർ അടിച്ച് അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് ഇന്ന് ഏത് പ്രൈവറ്റ് ബസ്സുകാരൻ സമരം ചെയ്താലും 500ഓളം വാഹനം ഞങ്ങളിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ അത് ഇറക്കി ഓടിപ്പിക്കാൻ സാറിന് ആ ഒരു ധൈര്യം വരണമെങ്കിൽ സാർ ഒന്ന് ആലോചിച്ച് നോക്കും, ആ വാഹനത്തിന് എത്രത്തോളം സാർ ഇൻവോൾവ്മെന്റ് ഉണ്ടാവും. അതേമാതിരി ഇൻവോൾവ്മെന്റ് ആയി വർഷങ്ങളോളം നിൽക്കുന്ന ഞങ്ങളുടെ വാഹനങ്ങളെ തത്ത് കയറ്റിട്ട വണ്ടിക്കും ടാക്സ് സാധാരണക്കാരൻ അടച്ച് നിർവാഹമുള്ളൂ സാർ. അത് സാർ മറക്കരുത്. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികളുടെ ടാക്സ് എങ്ങനെ സാറിന് കുറച്ച് കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ ആ വ്യക്തികളും അവരുടെ കുടുംബങ്ങളും ആ കൊച്ചുമക്കളും സാർ എല്ലാ കൊച്ചുമക്കളെയും ഭയങ്കര ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നല്ലോ. ആ കൊച്ചുമക്കൾക്ക് വിദ്യാഭ്യാസം ഉണ്ടാവും, അവർക്കൊരു ജീവിതം ഉണ്ടാവും. ഇന്ന് അന്നം വരെ അവരെ മുടങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് സാർ ബഡ്ജറ്റ് ടൂറിസത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ള സത്യം സാറിന് അറിയോ എന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഒരു KSRTC എത്രത്തോളം കോടികൾ നഷ്ടത്തിൽ സാർ എഴുതി തള്ളിക്കളയുമ്പോൾ സാർ മനസ്സിലാക്കേണ്ടത് അതേമാതിരി 6 ചക്രത്തിൽ ഓടുന്ന ഈ ടൂറിസ്റ്റ് വണ്ടികളും നഷ്ടത്തിലേക്ക് ഓടിന്റെ ഒരു അവസ്ഥ വരില്ല എന്നുള്ളത് സാറിന് ആലോചിച്ചാൽ നല്ലതായിരിക്കും. ഈ ബഡ്ജറ്റ് ടൂറിസം എന്ന് പറഞ്ഞൊരു സാധനം സാർ പ്രാബല്യത്തിൽ വരുത്തുമ്പോൾ ഈ സാധാരണക്കാരുടെ വാഹനം 2008-2010-12 വാഹനങ്ങൾ ഈ ബഡ്ജറ്റ് ടൂറിസം പോലെ ലോക്കൽ ട്രിപ്പുകൾ ഓടിക്കൊണ്ടിരുന്ന വാഹനങ്ങളെ അടുത്താണ് സാർ കയറ്റിട്ടെന്ന് മറക്കരുത്. ഇന്ന് KSRTC 1000 കോടി നഷ്ടം പറഞ്ഞ് എഴുതി കളയുമ്പോൾ സാർ മനസ്സിലാക്കേണ്ടത് എത്രത്തോളം വാഹനങ്ങൾ അതിൽ ലാഭകരം ഉണ്ടായിട്ടും ചില വാഹനങ്ങളുടെ നഷ്ടം കൊണ്ട് മാത്രമാണ് KSRTC ഇത്രത്തോളം നടന്നത്. മെയിൻ്റെനൻസ് നമുക്കറിയാം. ഇന്ന് കേരളത്തിലെ റോഡിന്റെ അവസ്ഥകൾ നമുക്ക് നല്ല വ്യക്തമായിട്ടുള്ള ബോധ്യമുള്ള ആളുകളാണ്. ഈ വാഹനങ്ങൾ ആ റോഡിലോടുമ്പോൾ വരുന്ന മെയിൻ്റെനൻസ്, ടയർ, അങ്ങനെ ഒരുപാട് ലോസുകളാണ് ഈ വാഹനം സർവീസ് നടത്തിയിട്ടുണ്ടാകുന്ന നേട്ടം. അങ്ങനെ ഇന്ന സമയത്ത് നഷ്ടങ്ങളുടെ കൂമ്പാരം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് സാർ ഈ നിസാരമായിട്ടുള്ള മൂന്നാർ, വാഗമൺ അങ്ങനെയുള്ള വയനാട് യാത്രകളൊക്കെ ബഡ്ജറ്റ് ടൂറിസത്തിന് സാറ് KSRTCനെ ഇൻവോൾവ് ചെയ്ത് ടിക്കറ്റിന് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ടൂറിസ്റ്റ് വണ്ടികളുടെ ഓട്ടത്തിലേക്ക് വരുന്ന ഓട്ടങ്ങളാണ് സാർ വിഭജിച്ച് പോകുന്നത്. അപ്പോ അന്ന് കാലത്ത് തൊട്ടിട്ട് ഈ ടാക്സ് തന്നെ കൃത്യമായി അടയ്ക്കാൻ പറ്റാത്ത ആളുകൾക്ക് ഈ ബഡ്ജറ്റ് ടൂറിസം KSRTC പ്രൊവൈഡ് ചെയ്യുമ്പോൾ നിലവിൽ ടാക്സ് അടയ്ക്കേണ്ട അവസ്ഥ എങ്ങനെ നേടാൻ പറ്റുന്നതാണ് സാർ പറയുന്നത്. ഇപ്പൊ നിലവിൽ KSRTC ഇത്രയും ടൂർ ഓടുമ്പോൾ ഈ കിട്ടുന്ന യാത്രകളെ KSRTC എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ സാധാരണക്കാരൻ എങ്ങനെ ടാക്സ് അടച്ച് മുന്നോട്ട് പോകും? 3 മാസം കൂടുമ്പോൾ 44,000 രൂപയോളം ടാക്സ് അടയ്ക്കേണ്ട ഒരു ടൂറിസ്റ്റ് കോൺട്രാക്ട് കാരേജ് വണ്ടിക്കാരൻ എന്ത് ചെയ്യും എന്നുള്ള ചിന്തയിൽ ഇന്ന് തല പുകഞ്ഞു നിൽക്കുകയാണ്. അവന്റെ ആശ്രയം എന്ന് പറയുന്നത് ആ ഒരു വരുമാനത്തിൽ മാത്രം ജീവിക്കുകയാണ്. അവന്റെ സ്ഥിതി എന്താണ് സാർ ഒന്ന് ആലോചിച്ചിട്ട് സാറിനൊന്ന് മറുപടി പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ വളരെ നന്നായിരിക്കും. നന്ദി, നമസ്കാരം.